ഹായ്. വളരെ കൊട്ടിഘോഷിക്കുന്നൊരു കാര്യമാണല്ലോ നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത്. ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്നും പറയുന്നുണ്ട്. ഈ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പുലേഷൻ്റെ എണ്ണം കണക്കാക്കിയാണ്. പിന്നെ പവർഫുൾ ഡെമോക്രസി എന്ന് പറയുന്നത് US-നാണ്. US ഒരു ഡെമോക്രസിയാണോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ അതൊരു പവർഫുൾ ആയിട്ടുള്ള നേഷൻ ആയതുകൊണ്ടായിരിക്കാം, അവിടെ ഡെമോക്രസി ഉള്ളതുകൊണ്ടുമായിരിക്കും അതിനെ പവർഫുൾ ഡെമോക്രസി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലാർജസ്റ്റ് ഡെമോക്രസി, ഏറ്റവും വലിയ ഡെമോക്രസി ലോകത്തിലെ എന്നുള്ളൊരു ഗ്ലോറിഫിക്കേഷനാണ് നമുക്ക് സ്വന്തമായിട്ട് ചാർത്തിയിട്ടുള്ളത്. അതൊക്കെ ഇറ്റ്സ് ഓൺലി വൺ പാർട്ട് ഓഫ് ദ ഗെയിം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ പൊളിറ്റിക്സിന് നമ്മുടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഈ ലാർജർ സൊസൈറ്റിയിൽ ഉള്ള ഇമ്പാക്റ്റിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിൻ്റെ ഇന്ത്യൻ പൊളിറ്റിക്സ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റേത് രാജ്യത്തെ പൊളിറ്റിക്സ് പോലെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, അത് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസ്, ലീഡേഴ്സ് ഉൾപ്പെടെ നമ്മൾ വിളിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സ്, ഇപ്പം ABC എന്ന് പറയുന്ന 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ പാർട്ടികളുടെയും വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് ശ്രേണിയിൽ ഉള്ളതും പിന്നെ ഇതിനകത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ എണ്ണം വളരെ ലാർജർ പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. തീർച്ചയായിട്ടും ഒരു മൈന്യൂട്ടായിട്ടുള്ള പെർസെൻറ്റേജ് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു 142 കോടി ജനങ്ങളുണ്ടെങ്കിൽ തന്നെയും ഈ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉള്ളത് ചിലപ്പം 1 കോടി അല്ലെങ്കിൽ 1.5 crore പീപ്പിൾ മാത്രമാണല്ലോ. എക്സാക്റ്റ് ഫിഗർ ഒന്നും അറിയില്ല, എന്നാൽ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള, കാരണം ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു 1% പോലും ആൾക്കാർ ആക്റ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പാസീവായിട്ടുള്ളതല്ല. അപ്പം സാധാരണ ജനങ്ങൾക്കുള്ള പൊളിറ്റിക്സ് ഉണ്ട്, അവർ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പിന്നെ അംഗങ്ങൾ മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. ഞാൻ പറയുന്നത് ഈ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനാണ് പറയുന്നത്. ലീഡേഴ്സ് അല്ലെങ്കിൽ ദിവസം രാവിലെ വേഷം കെട്ടി രാഷ്ട്രീയം എന്നും പറഞ്ഞിറങ്ങുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ വളരെ മൈനറായിട്ടുള്ള അല്ലെങ്കിൽ മൈനോറിറ്റി പോപ്പുലേഷൻ മാത്രമേ അതിൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാലും ഇത് സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മൈനോറിറ്റി ഉള്ളെങ്കിൽ തന്നെയും ഇതുണ്ടാക്കി വെച്ചിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ അറിയാം, പൊളിറ്റിക്സിൻ്റെ ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ എത്രത്തോളം പരിതാപകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്തിലുള്ള ആൾക്കാർക്കും അറിയാം, ഇതിനകത്തിൽ താല്പര്യമില്ലാത്ത ആൾക്കാർക്കും അറിയാം. രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എവറി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഡീപ്പ് റൂട്ടഡായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഈ ഒരു ഫിനോമിനയ്ക്ക് അല്ലെങ്കിൽ പ്രതിഭാസത്തിന് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓൾ ഓവർ ദി നേഷൻ അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുകളിൽ അവർക്കുള്ള ഗ്രിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ പൊളിറ്റിക്സിൽ എന്തു തന്നെ സംഭവിച്ചാലും അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ മുക്കിലും മൂലയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ DNA എങ്ങനെയാണോ, അപ്പം ടോട്ടൽ സമൂഹത്തിൻ്റെ DNA അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ക്യാരക്ടർ, പൊളിറ്റിക്സിൻ്റെ നേച്ചർ, പ്രകൃതം എങ്ങനെയാണോ ഇന്ത്യയുടെ കാര്യം പറഞ്ഞത്, അതുതന്നെ ആയിരിക്കും സമൂഹത്തിൻ്റെയും പ്രകൃതവും, സമൂഹത്തിൻ്റെ സ്വഭാവവും, സമൂഹത്തിലെ ആൾക്കാർ, നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാർ ആക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നില്ല, ഇവിടുത്തെ പൊളിറ്റിക്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും. പൊളിറ്റിക്കൽ പാർട്ടീസ് വർഗീയമാണെങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും വർഗീയമായിരിക്കും. പൊളിറ്റിക്കൽ പാർട്ടീസ് കറപ്റ്റാണെങ്കിൽ ഇവിടുത്തെ സൊസൈറ്റി ഒരു ലാർജ് സ്കെയിലിൽ കറപ്റ്റാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പൊളിറ്റിക്സ് കറപ്റ്റാണെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊളിറ്റിക്സ് എപ്പോഴും അധികാരവും സമ്പത്തുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സിസ്റ്റവും ഫിനോമിന ആയതുകൊണ്ട് അത് കറപ്റ്റാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ടെൻഡൻസി വളരെ കൂടുതലാണ്. കാരണം കറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മേടിക്കുന്നില്ല. പൈസ മേടിക്കുന്നത് മാത്രമല്ല കറപ്ഷൻ, അത് കറപ്ഷൻ്റെ മോറൽ ഡീജനറേഷൻ എവിടെ ഉണ്ടാകുന്ന അവിടെ പൊളിറ്റിക്സ് ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു കോൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിപ്പം വ്യക്തികൾ തമ്മിലുള്ള ഇൻ ബിറ്റ്വീൻ 2 പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലായാലും, വ്യക്തി ബന്ധങ്ങളിലായാലും, കുടുംബത്തിലായാലും, ഓഫീസിലായാലും. ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു സാധനമല്ല. അവിടുത്തെ മൊറാലിറ്റി ഇല്ലാത്തൊരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഫാമിലിയിൽ അതുപോലെയാണ്. മൊറാലിറ്റിക്ക്
കുറവുള്ള ആൾക്കാർ പിന്നെ ആക്ഷൻസും റിയാക്ഷൻസും എല്ലാം പൊളിറ്റിക്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും മൊറാലിറ്റിയുടെ ഒരു മറുപുറം മാത്രമാണ്. മൊറാലിറ്റി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, അവിടെ പൊളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കറപ്ഷൻ എന്ന് പറയുന്ന, നമ്മൾ അഴിമതി എന്ന് മലയാളത്തിൽ പറയാം, പക്ഷേ ശരിക്കും പറഞ്ഞാൽ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയല്ല. കറപ്റ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറലി ഡീജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മോറലി ഡീജനറേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള സമൂഹത്തിൽ നിന്നും ഏത് തരത്തിലുള്ള ഈവിലായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പിന്നെ പ്രവൃത്തികളും പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ പൊളിറ്റിക്സിന് ഇത്രയും ഡോമിനൻസ് സമൂഹത്തിലുള്ളതുകൊണ്ടാണ് ഈ സമൂഹത്തിൻ്റെ ഒരു നല്ല ബോഡി പൊളിറ്റിക്കിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സൊസൈറ്റിയുടെ സൈക്കി ഇത്രയും കറപ്റ്റാകാനുള്ള കാരണവും. അത് മറിച്ച് നമുക്ക് പറയാം, സൊസൈറ്റി കറപ്റ്റായതുകൊണ്ടായിരിക്കാം ചിലപ്പം പൊളിറ്റിക്സും. കാരണം ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെയാണല്ലോ പൊളിറ്റിക്സ് ഉണ്ടാകുന്നത്. ഈ സൊസൈറ്റിയിലെ ആൾക്കാർ തന്നെയാണല്ലോ പൊളിറ്റീഷ്യൻസ് പറയുന്നത്. അവർ എക്സ്ട്രാ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഏലിയൻസും ഒന്നുമല്ല, ടു ബി ഫ്രാങ്ക്. പക്ഷേ അവരുടെ പ്രവൃത്തികളും അവരുടെ പെരുമാറ്റങ്ങളുമൊക്കെ ഏലിയൻസിന് തുല്യമാണെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം മനുഷ്യോചിതമായിട്ടുള്ള പ്രവൃത്തികളിലും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊന്നുമല്ല അവർ ഏർപ്പെടുന്നുള്ളവരും മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് ബിഹൈൻഡ് ദ സീൻ. അതുകൊണ്ട് ഇവിടെ ഏത് പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടായാലും അത് ഒരു പിന്നെ ബാഹ്യമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത്, കോസ്മെറ്റിക്കായിട്ടുള്ള ചേഞ്ച് മാത്രം ആയി നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ പാർട്ടികളുടെ പേരുകളിലും അല്ലെങ്കിൽ അവരുടെ കൊടികളിലുമൊക്കെ ഉള്ള വ്യത്യാസമേ ഉള്ളൂ. ശരിക്കും എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെയും ജനറ്റിക്കായിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അത് ആര് ഭരണത്തിൽ വന്നാലും, ഇനി ഭരണത്തിലുള്ള ആൾക്കാർ പ്രതിപക്ഷത്തിരുന്ന് കഴിഞ്ഞാലും, ഒരു പൊളിറ്റീഷ്യനായിട്ട് ആസ് ലോങ് ആസ് ദേ റിമെയിൻ പൊളിറ്റീഷ്യൻസ്, അവരുടെ ഉപജീവനമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറപ്ഷനിൽ കൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പവർ ഉണ്ടെങ്കിൽ മോർ കറപ്ഷൻ, അത്രേ ഉള്ളൂ. അതിൽ വ്യത്യാസമൊന്നുമില്ല. പവർ ഇല്ലെങ്കിൽ, കയ്യിലില്ലെങ്കിൽ ലെസ് കറപ്ഷൻ, പവർ ഉണ്ടെങ്കിൽ മോർ കറപ്ഷൻ. അതേ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം പൊളിറ്റിക്സ് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്, നമ്മുടെ ഈ ഇവിടുത്തെ ഡെമോക്രസിയെക്കുറിച്ച് വളരെയധികം കൊട്ടിഘോഷിക്കുമ്പോഴും ഇതിൻ്റെ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ കോസ്റ്റ് ബെനഫിറ്റ് സ്റ്റഡിയൊന്നും നടത്താനുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഒന്നും ആർക്കില്ല. കാരണം അത് നടത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ ഒരു നഷ്ടക്കച്ചവടമാണ്, രാജ്യത്തിന് വളരെ ഹാംഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ഇൻ്റലക്ച്വലി ഇന്നെവിറ്റബിളായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സ്റ്റഡി എന്നൊരു നിലയിലേക്ക് ഇതിൻ്റെ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ഒന്നും ചെയ്യാൻ ഇവിടെ ആരും തയ്യാറല്ല. ഏത് പാർട്ടി ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വിജയിക്കും, അവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ല ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യും, മറ്റൊരാണെങ്കിൽ അത് ചെയ്യത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില വാദപ്രതിവാദങ്ങൾ, വളരെ യൂസ്ലെസ് ആയിട്ടുള്ള ഗുഡ് ഫോർ നത്തിങ്, ജനങ്ങളെ ബാംബൂസിൽ ചെയ്ത് ചതിക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ വേണ്ടിയുള്ള ചില വാദപ്രതിവാദങ്ങൾ നടക്കുന്നല്ലാതെ ടോട്ടൽ സിസ്റ്റത്തിന് ചേഞ്ചൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ടോട്ടൽ സിസ്റ്റത്തിന് ചേഞ്ച് ഉണ്ടാകാത്തത് ഇവിടുത്തെ പൊളിറ്റിക്സിൻ്റെ എല്ലാം DNA അല്ലെങ്കിൽ ജനറ്റിക് ഓർഡർ ഒന്ന് തന്നെയാണ്. കാരണം വി ആർ ഫ്രം ദ സെയിം സൊസൈറ്റി. അപ്പോൾ ഒരേ സൊസൈറ്റിയിൽ നിന്നുള്ള ആൾക്കാർക്ക് എങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംശയങ്ങൾ ബുദ്ധിയുള്ളവർക്കൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിർത്താനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഈ പൊളിറ്റിക്സിലുള്ള ആൾക്കാർ, ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും പൊളിറ്റീഷ്യൻസിനെയും ഇതേപോലെ നിലനിർത്താൻ വേണ്ടി സമൂഹം എന്ന് പറയുന്ന രാജ്യം കൊടുക്കുന്ന വിലയാണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവരെപ്പോലുള്ള പൊളിറ്റീഷ്യൻസിനെ നമ്മളിങ്ങനെ നർച്ചർ ചെയ്യുന്നുണ്ട്, വളർത്തിയെടുക്കുന്നുണ്ട്. അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കണക്ക് തന്നെ ആയിരിക്കും. ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അതിനകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതായത് ഈ സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്ന കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് വളരെ അത്ഭുതകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അധികാര തലപ്പത്തുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ചാണ്, എത്രമാത്രം റിസോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, ഇതിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ് എത്രയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആൾക്കാർ, അല്ല ഇതിന് അധികാരമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇങ്ങനെ സ്റ്റഡി ചെയ്യാൻ മുതിരത്തില്ല. ഇന്ന പാർട്ടി അധികാരത്തിലാണ്ട് അവർ വളരെ കറപ്റ്റായിരുന്നു, ഒത്തിരി അഴിമതികൾ നടത്തി, ഞങ്ങളാണെങ്കിൽ അഴിമതികളൊന്നും നടത്തുന്നില്ല എന്നുള്ള ഈ പറഞ്ഞ ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള
ജനങ്ങളെ സോഷ്യൽ എഞ്ചിനീയർ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ അവർ കൊണ്ടുവരത്തുള്ളൂ. പക്ഷേ ഏത് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ദേ ഫോളോ ദ സെയിം സിസ്റ്റം. ആൾക്കാർ പേഴ്സണാലിറ്റീസിലുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, വ്യക്തികളിലോ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സിസ്റ്റം സെയിമാണ്. കാരണം ഇവിടുത്തെ നിയമങ്ങളും വ്യവസ്ഥകളൊന്നും മാറുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറുന്നില്ല, പിന്നെ അതുപോലെ തന്നെ സിസ്റ്റംസ്, പ്രോസസ്സ്, പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ മാറുന്നില്ല. പിന്നെ അപ്പം അങ്ങനെ മാറ്റമില്ലാത്ത ഒരു സോൾഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ മണ്ടയ്ക്ക് അവർ പറയുന്നത് എന്താണ് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്? ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഓക്കെ, കം ബാക്ക് ടു ദ കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ ഈ ജനങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ ടാക്സ് പേയേഴ്സും നമ്മളെ വിളിക്കുന്നു ജനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ ടാക്സ് പേയറാണ്, നിങ്ങളുടെ നികുതി പണം എടുത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ടാക്സേഷൻ എന്താണ്, ഇനിയും ടാക്സ് കൊടുക്കുന്നത് വളരെ ഒരു പേട്രിയോട്ടിക്കായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൻ്റെ ലക്ഷണമാണോ, ഇനി ടാക്സ് കൊടുക്കാത്തവൻ ഈക്വലൻ്റ് ഒരു ടെററിസ്റ്റാണോ അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹിയാണോ, അതൊക്കെ സെപ്പറേറ്റ് സബ്ജക്റ്റ് ടു ഡിസ്കസ്. ഇവിടെയുള്ള ഡിസ്കസ് ചെയ്യാനുള്ള ടൈം വേദമില്ല, കാരണം സബ്ജക്റ്റ് മാറ്റർ വേറെയാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് പേയേഴ്സിൻ്റെ പണം കൊണ്ടാണ്, നികുതി പണം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ആയിക്കോട്ടെ. പക്ഷേ ഈ ഇലക്ട്രൽ സിസ്റ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഡെമോക്രസി ഒക്കെ ഇവിടെ നിലനിർത്താൻ വേണ്ടി എന്തുമാത്രം കോസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്കൊന്നും യാതൊരു ഐഡിയ ഇല്ല. കാരണം അതിനകത്ത് എത്രമാത്രം ലീഗലായിട്ടുള്ള ഫണ്ട്സ് ഉണ്ട്, ഇല്ലീഗലായിട്ടുള്ള ഫണ്ട്സ് എത്രത്തോളം ഉണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് ദർ ഈസ് വൺ തിങ് ദർ ഈസ് സെൻ, അതായത് ലീഗലായിട്ടുള്ള ഫണ്ട്സിനേക്കാളും കൂടുതൽ, പിന്നെ ലീഗലായിട്ടുള്ള ഫണ്ട്സ് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതുപോലുള്ള ഗവൺമെൻറ് സിസ്റ്റംസ് ഈ ഇലക്ഷൻ വരുമ്പോൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പണം, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ലീഗലായിട്ട് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഫണ്ട് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ മൈന്യൂട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പൊളിറ്റിക്കൽ ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലാർജർ പെർസെൻറ്റേജും അല്ലെങ്കിൽ ഒരു മെജോറിറ്റി പെർസെൻറ്റേജും ഇല്ലീഗൽ ഫണ്ട്സ് തന്നെ ആയിരിക്കും. സോഴ്സ് നമുക്ക് അറിയാൻ കഴിയില്ല, കാരണം ഇൻറ്റേർണലായിട്ടും ഡൊമസ്റ്റിക്കായിട്ടും ഇന്ന് ഫണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും നമുക്ക് റേസ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട്, ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള വേൾഡ് ആയതുകൊണ്ട്, പിന്നെ നമ്മുടെ ഈ ഇക്കോണമി എല്ലാം വളരെ ലിബറലൈസ് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ ഇല്ലീഗലായിട്ടുള്ള ചാനലിൽ കൂടെ നമുക്ക് ഫണ്ട്, നമുക്കെന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസിനും പൊളിറ്റിക്കൽ പാർട്ടീസിനും ഒക്കെ റേസ് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാ പാർട്ടീസിൻ്റെയും ഫണ്ടിങ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു മെജോറിറ്റി പെർസെൻറ്റേജും പിന്നെ ഇല്ലീഗലായിട്ടുള്ള ഫണ്ട് തന്നെ ആയിരിക്കും. ലീഗലായിട്ടുള്ള ഫണ്ട് വളരെ കുറവാണ്. കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനികൾ അല്ലെങ്കിൽ മുതലാളി ക്യാപിറ്റലിസ്റ്റ് ഇന്ത്യക്കകത്തും പുറത്തുള്ള ആൾക്കാർ പല മേജർ പാർട്ടീസിനും ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ ഒന്നും ക്ലാരിറ്റി ഒന്നും ജനങ്ങളുടെ മുമ്പിലില്ല, കാരണം അവർ കൊടുക്കാറില്ല. അപ്പോൾ അവിടെ തന്നെ ട്രാൻസ്പെറൻസി ഇല്ല, സുതാര്യതയില്ല. അപ്പോൾ അങ്ങനെ സുതാര്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആണ് ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ അത്രത്തോളം സുതാര്യമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാഴ്ചകളാണ് മുമ്പോട്ട് വെക്കുന്നത് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും. കാരണം അടിസ്ഥാനം തന്നെ സുതാര്യമില്ല. ഒരു പാർട്ടി ഇവിടെ പൊളിറ്റിക്കലി അവരുടെ ഫണ്ട് എത്ര ഉണ്ടെന്ന് ഇതുവരെ ഡിക്ലെയർ ചെയ്തതായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. ഇനി ആ ഫണ്ടിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്നും അവർ പറയാറില്ല. അപ്പോൾ ഈ ഇല്ലീഗലായിട്ടുള്ള ഫണ്ട് എന്തുകൊണ്ട് പ്രത്യേകിച്ച് ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ വരും അല്ലെങ്കിൽ മേജറായിട്ടുള്ള നാഷണൽ പാർട്ടീസ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടികൾക്ക് ഇല്ലീഗലായിട്ടുള്ള ഫണ്ടുകൾ എങ്ങനെ കിട്ടുന്നു, എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് പിന്നെ അതൊരു ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഇല്ലെങ്കിൽ തന്നെയും അത്യാവശ്യം ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇല്ലീഗൽ സോഴ്സിൽ നിന്നുള്ള ഫണ്ട്സുകൾ കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും അവരുണ്ടാക്കുന്ന സിസ്റ്റത്തിനെയൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ് ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റത്തിൽ നിന്ന് ബെനഫിറ്റ് ഏറ്റവും കൂടുതൽ പോകുന്നതും ഈ പാർട്ടീസിനെ ഫണ്ട് ചെയ്ത വ്യക്തികൾക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മറ്റ് നമ്മൾ പറയുന്ന ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമ്പോൾ അതിൽ ബിസിനസ് ഇൻട്രസ്റ്റ് വരുന്ന ആൾക്കാരാണ്. കാരണം ജനങ്ങളുടെ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് പിരിന്നിട്ടുണ്ടെങ്കിലും
അതിൻ്റെ ടോട്ടൽ സം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിരിക്കും. അവർക്ക് ജനങ്ങളോട് തന്നെ അക്കൗണ്ടബിലിറ്റി ഇല്ല. കാരണം ഒരു വ്യക്തി കൊടുക്കുന്ന 100 രൂപയായിരിക്കും, 50 രൂപയായിരിക്കാം, 500 രൂപയായിരിക്കാം. അതിൻ്റെ സ്ഥാനത്ത് 1 കോടിയും 10 കോടിയും 50 കോടിയും 100 കോടിയും ഒക്കെ കൊടുക്കുന്ന വ്യക്തികൾക്കും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആണോ പ്രയോജനങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ വ്യക്തികൾക്കാണോ പ്രയോജനങ്ങൾ കിട്ടുന്നതെന്നുള്ളത് നമ്മൾ കണ്ണു തുറന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ മതി. നമുക്ക് ഇത്രയും വർഷമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരിച്ചെന്നുള്ളതല്ല, ഇത്രയും നാളായിട്ട് ഈ ഡെമോക്രസിയുടെ പേരിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഭരണം നടത്തി. അപ്പോൾ ജനങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താണ്? ഇത്രയും വർഷമായിട്ട് സിൻസ് ഇൻഡിപെൻഡൻസ് 1947 ഓൾമോസ്റ്റ് 75-76 ഇയേഴ്സായി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കോസ്റ്റാണോ കൂടുതൽ, ബെനിഫിറ്റാണോ കൂടുതൽ? നമുക്കിങ്ങനെ ഒരു സിസ്റ്റവും ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിനെയും പൊളിറ്റിക്കൽ പാർട്ടീസിനെയും നിലനിർത്തുന്നതിൽ നിന്ന് ഇന്ത്യൻ ജനങ്ങൾക്ക് കൂടുതൽ കോസ്റ്റാണോ ബെനിഫിറ്റാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ വ്യവസ്ഥയുടെ എല്ലാം പേരിൽ ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്ന, ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന നാഷണൽ വെൽത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഇത് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ എല്ലാം ഈ കണക്ക് അവർ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഇങ്ങനൊരു ഇത്രയും ഈ 47 മുതൽ ഈ നിമിഷം വരെ ഇന്ത്യയുടെ നാഷണൽ വെൽത്ത്, റിസോഴ്സ്, നമ്മുടെ സമ്പത്തും വിഭവങ്ങളും എല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് പോയതിൻ്റെ കണക്ക്, ഒരു ഫിഗർ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ കൊടുത്താൽ അവർ ബോധം കെട്ട് വീഴും. കാരണം 10-200 വർഷം അവരിവിടെ ഭരിച്ചു എന്ന് പറഞ്ഞിട്ടും അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും ഈ 47 മുതലുള്ള 75 വർഷം 76 വർഷം കൊണ്ട് ഇവിടുത്തെ നമ്മളുടെ വളരെ ബെനിവളൻ്റായിട്ടുള്ള പാവം പൊളിറ്റീഷ്യൻസ്, നമുക്ക് വേണ്ടി രാപ്പകൽ കിടന്ന് കഷ്ടപ്പെടുന്ന പൊളിറ്റീഷ്യൻസ്, MPs, MLAs, ബാക്കിയുള്ള എല്ലാ പൊളിറ്റീഷ്യൻസും പിന്നെ കൈക്കലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഈ നാഷണൽ വെൽത്തിനെ ലൂട്ട് ചെയ്തതിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അവരൊരു വൈറ്റ് പേപ്പർ ഇറക്കട്ടെ, ഒരു ധവളപത്രം ഇറക്കട്ടെ. 47 മുതൽ ഇന്ന് വരെ ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ നിലനിന്നതുകൊണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നല്ല, ഇങ്ങനൊരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, അവിടെ സിസ്റ്റം എന്നേ ഉള്ളൂ. ഇങ്ങനൊരു സിസ്റ്റം നിലനിന്നതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ എത്ര ബില്യൺസ് അല്ലെങ്കിൽ ട്രില്യൺ ഡോളർ അല്ലെങ്കിൽ റുപ്പീസിൻ്റെ വെൽത്ത് ഈ കോമൺ പീപ്പിളിന്, പിന്നെ പൊതുജനങ്ങളുടെ സ്വത്തും സമ്പത്തും എത്ര ഇവിടുന്ന് ലൂട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു വൈറ്റ് പേപ്പർ ആയാലും ഇറക്കാൻ തയ്യാറാണെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ് വെൽക്കം. പക്ഷേ അത് വരില്ല. കാരണം ഇതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പൻ്റ് ആണല്ലോ. ഒരു പാർട്ടിയുടെ ആൾക്കാരെ മാത്രമല്ലല്ലോ ഇത് കൊണ്ടുപോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. കാരണം എല്ലാവർക്കും ഇവിടെ ഭരിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ, ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും പിന്നെ അതിന് താഴെയുള്ള തലങ്ങളിലും എല്ലാം ഭരിക്കുവാൻ എല്ലാ പാർട്ടികൾക്കും ഇവിടെ ഇന്ത്യയിലെ പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവസരം കിട്ടിയ സ്ഥിതിക്ക് ഒരു പാർട്ടിയെ മാത്രം നമ്മൾ കുറ്റം പറയാൻ ശരിയല്ല. കാരണം ഒരു പാർട്ടി മാത്രമാണ് ഇന്ത്യയുടെ ഈ തളർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇത്രയും ഈ ബാക്ക്വേർഡ്നെസ്സിന് കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് എല്ലാ പാർട്ടിക്കും ഒരുപോലെ തന്നെ പിന്നെ ഷെയറുണ്ട് ഇതിനകത്തിൽ. പിന്നെ അതിനകത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെഷറിലുള്ള വ്യത്യാസമേ ഉള്ളൂ. കാരണം കൂടുതലുള്ള പാർട്ടിക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രാമുഖ്യമുള്ള പാർട്ടി 100 രൂപ മുക്കുമ്പം അതിന് താഴെയുള്ളത് ചിലപ്പോൾ 10 രൂപ അല്ലെങ്കിൽ 1 രൂപ മുക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും മുക്കിയിട്ടുണ്ട്, ലൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഇത് ജനങ്ങൾ വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇതെല്ലാം മറന്നിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജനങ്ങളാണല്ലോ. കാരണം ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ജനങ്ങളാണ്. ഈ രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങളും സമ്പത്തുകളും വ്യവസ്ഥകളും എല്ലാം നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. അപ്പം ഇത്രയും നാളും നമുക്ക് ഈ കൊട്ടിഘോഷിച്ച് ഇത്രയും വിളംബരം ചെയ്ത് അവർ ഈ സിസ്റ്റം ഇതിനെ ഇതുപോലെ നിലനിർത്തി നിങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം പീപ്പിൾസ് റിപ്പബ്ലിക് എന്നാണല്ലോ വിളിക്കുന്നത്, ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗ്ലോറിഫിക്കേഷൻ നടത്തിയിട്ട് ജനങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡിനെ ഇത്രയും വർഷം കൊണ്ട് ഇവിടം വരെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളെങ്കിൽ പിന്നെ ബാക്കിയുള്ള എക്സ്റ്റേണലായിട്ടുള്ള പിന്നെ ബാഹ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, നല്ല റോഡ്, നല്ല സിസ്റ്റംസ്, പിന്നെ ഒരു സിസ്റ്റത്തിനെ നമ്മളെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം നമ്മളെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? കാരണം അതിനകത്ത് നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നോക്കിയിട്ടാണ്. ഇപ്പം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭൂരിപക്ഷം ജനങ്ങൾക്കും അതിൻ്റെ പ്രയോജനങ്ങൾ
അവിടെ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളാണെന്നോ ഇന്ന ജാതി ഇന്ന മതം അല്ലെങ്കിൽ ഇന്ന ദേശം ഇന്ന ഭാഷ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ സിസ്റ്റത്തെ നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ ഒരു സിസ്റ്റം യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ പ്രയോജനം ഉള്ളതാണെന്ന് നമുക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിപ്പോൾ ഏത് സംവിധാനമായാലും ശരി, ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ സർക്കാർ സംവിധാനം മുതൽ നമ്മുടെ ഈ പറഞ്ഞ റൂളിംഗ് അല്ല നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം മുതൽ താഴോട്ട് ഇപ്പം ഉദാഹരണത്തിന് ഒരു ക്ലബ്ബ്, അപ്പോൾ ക്ലബ്ബ് ഫോം ചെയ്തു. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതാണ്. അപ്പോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം എങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ ഇല്ലയോ നോക്കുന്നത്. അതിനകത്തിലെ ഔട്ട്പുട്ട് മെജോറിറ്റി ആൾക്കാരെന്ന് പറയുമ്പം അതിനകത്തിൽ മെഷറൊന്നുമില്ല, അളവൊന്നുമില്ല. മെജോറിറ്റി ആൾക്കാർക്കും ഒരു ക്ലബ്ബിൽ 100 പേരുണ്ടാകും. 100 പേരിൽ 51 ആൾക്കാരെ മെജോറിറ്റിയാണ്. ഓക്കെ, എന്നാലും മെജോറിറ്റി ആൾക്കാർക്കും അത് പ്രയോജനപ്രദമാണോ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തെ നമുക്ക് യൂസ്ഫുള്ളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും, ഇപ്പം സ്കൂൾ, കോളേജ്, അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ബിസിനസ്, അതിനകത്തിൽ ഒരു കമ്പനിയിൽ എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയറുണ്ട്. അതായത് അപ്പോൾ എംപ്ലോയർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, ഗുഡ്. എംപ്ലോയീസിന് നല്ല സാലറിയും മറ്റ് ബെനഫിറ്റ്സും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് ഗുഡ്. മറിച്ചാണെങ്കിൽ എംപ്ലോയീസിന് സാലറി കിട്ടുന്നില്ല, പക്ഷേ എംപ്ലോയർക്ക് അല്ലെങ്കിൽ മുതലാളി എന്ന് പറയുന്ന ക്യാപിറ്റലിസ്റ്റ്, മൂലധനം മുടക്കിയിട്ടുള്ള വ്യക്തി, അതിൻ്റെ ഓണർക്ക് ലാഭം മാത്രമേ കിട്ടുന്നുള്ളൂ, എംപ്ലോയീസിന് ബെനഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് അബ്സല്യൂട്ട്ലി റബിഷ്. ദാറ്റ് ഈസ് ടു ബി വൗണ്ട് അപ്പ്. അപ്പം ചെറിയ തലത്തിൽ മുതൽ വലിയ തലം വരെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ മെഷർ ചെയ്യാൻ ഇങ്ങനൊരു യാഡ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു അളവ് കൂടെ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ ഈ സാമുദായിക സംഘടനകൾ എന്ന് പറയുന്നത് അതെല്ലാം നോക്കേണ്ട ഈ ഒരു സെയിം ഫ്രെയിംവർക്ക് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം മേളിലുള്ള ഗവൺമെൻറ് ഭരണത്തിൽ വരുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള സിസ്റ്റങ്ങൾ, ഇതെല്ലാം എങ്ങനെ യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ പ്രയോജനപ്രദമാണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന അങ്ങനെയാണ്. കാരണം അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇവിടുത്തെ ജനങ്ങളെയാണ്, ദ ഹോൾ ഓഫ് പോപ്പുലേഷൻ. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തെ ലിറ്ററലി, അതായത് അക്ഷരത്തിലെങ്കിലും അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എവരിബഡി ഈസ് ഈക്വൽ ബിഫോർ ലോ. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അപ്പം എല്ലാവരും ഒരുപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ലാതെ നമുക്കറിയാൻ പറ്റും, നമുക്ക് തീർച്ചയായിട്ടും. അതിന് വേറെ പഠനത്തിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ സ്റ്റഡിയൊന്നും ആവശ്യമില്ല. അതൊരു കോമൺ സെൻസിൻ്റെ പരിധിയിൽ വരുന്ന മാത്രമാണ്. സിസ്റ്റം എല്ലാവരും ഒരുപോലെ എൻഗേജ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത് കേന്ദ്ര തലത്തിൽ നിന്നുള്ളതായാലും രാഷ്ട്രീയ പാർട്ടിക്കാരല്ല ഞാൻ പറയുന്നത്, സംവിധാനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വ്യക്തിയല്ല വിഷയം എടുത്ത്, വ്യക്തികൾ ഉൾപ്പെടുന്ന സംവിധാനങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് കേന്ദ്ര തലത്തിലായാലും ശരി, സംസ്ഥാന തലത്തിലായാലും ശരി, അല്ലെങ്കിൽ ഈ വരുന്ന താഴെത്തട്ടിലേക്കുള്ള മറ്റേതെങ്കിലും തലത്തിലായാലും ശരി, അത് മെജോറിറ്റി ആൾക്കാരെയും, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ഇതുപോലെ സെർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അടിസ്ഥാനമാക്കി മാത്രമാണ് നമുക്കൊരു സിസ്റ്റത്തെ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനല്ല എന്നുള്ളതിന് ആയിരക്കണക്കിന് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുമെന്നല്ല, നമുക്കത് തെളിയിക്കാൻ സാധിക്കാം. അങ്ങനെ ആ സിസ്റ്റം യൂസ്ഫുൾ അല്ല, അല്ലെങ്കിൽ യൂട്ടിലിറ്റി, അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള യൂട്ടിലിറ്റി ഈ സിസ്റ്റം ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നത് നമുക്ക് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ കൊണ്ട്, നമുക്ക് ഇന്ത്യ ഒട്ടാകെ നമുക്ക് ഉള്ള സംഭവവികാസങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ സിസ്റ്റത്തിന് വേണ്ടി മുടക്കുന്ന കോസ്റ്റ്, അത് ജനങ്ങളുടെ ഈ നികുതി പണം ഉപയോഗിച്ചാണെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടുന്ന ബെനഫിറ്റ്, അല്ലെ കൊടുക്കുന്ന ബെനഫിറ്റിനെ കുറിച്ച് ഒന്നും ആരും ഇലക്ഷന് വരുമ്പോഴും ഇലക്ഷന് നിൽക്കുമ്പോഴും ഈ ബഹളം ഉണ്ടാക്കുമ്പോഴും അല്ലെ തിരിച്ച് ജനങ്ങളൊന്നും ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അവരുടെ വായിൽ നിന്ന് ഞങ്ങൾ വന്നാൽ വികസനത്തിൻ്റെ ഡെഫിനിഷൻ അതിന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഡെവലപ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ഗ്രോത്ത് എന്നോ ഒക്കെ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മളേതൊരു കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണമല്ലോ. ഇപ്പോൾ ഏതൊരു കാര്യമായാലും ശരി. അപ്പം
ഭക്തി അല്ല വിശ്വാസം. അപ്പം ഭക്തി എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഒരു ട്രൂത്ത്ഫുള്ളായിട്ടുള്ള ബേസിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സൗകര്യം അനുസരിച്ചല്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല. വിശ്വാസം അല്ലെങ്കിൽ എന്താണ് വിശ്വാസം, അല്ലെങ്കിൽ ജനാധിപത്യം എന്താണ്, ഡെമോക്രസി എന്താണ്, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനൊരു യാഡ് സ്റ്റിക്കായിട്ട് ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യണം, ഗ്രോത്ത് എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യണം, പിന്നെ സെക്യുലറിസം എന്താണെന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം കൃത്യമായിട്ട്. നിയമം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ എന്താണെന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് നമ്മൾ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ, കാരണം ഇല്ല ഓഡിയോയും വീഡിയോയും തമ്മിൽ യാതൊരു സിങ്കും ഇല്ലാത്തത് പോലെ തന്നെ നമുക്കറിയാൻ പറ്റും. നമുക്ക് അക്ഷരാർത്ഥത്തിൽ അക്ഷരം വേറെ അർത്ഥം വേറെ എന്നുള്ളൊരു ലെറ്റർ ആൻഡ് സ്പിരിറ്റ്, ലെറ്റർ ഒരു വഴിക്ക് പോകും. ഇപ്പോൾ നമുക്ക് പേര് എവിടെ എഴുതി വെക്കാമല്ലോ, നോക്കാമെന്ന് പറഞ്ഞാൽ എന്തും നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷേ അതിൻ്റെ അർത്ഥം, അത് ഉദ്ദേശിക്കുന്ന അർത്ഥം ചിലപ്പോൾ ഇതുമായിട്ട് യാതൊരു കുലബന്ധം പോലും കാണത്തില്ല. കോൺട്രാഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങളെല്ലാം ഉണ്ടാകാമെന്നല്ല ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഹ്യൂജ് കോസ്റ്റ് മാത്രം ജനങ്ങളെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ ആക്ച്വൽ ബെനിഫിഷ്യറീസ് ഓൾ ഇന്ത്യ ബേസിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ മൈനോറിറ്റി ആയിട്ടുള്ള പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ ഈ സിസ്റ്റം കൊണ്ട്. കാരണം സിസ്റ്റത്തിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാവുന്നതും അവർക്ക് വേണ്ടി ഈ സിസ്റ്റത്തിൻ്റെ പ്രോഗ്രാംസും അല്ലെങ്കിൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ, അവർക്ക് ബെനഫിറ്റ് അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ, ലാഭം ഉണ്ടാകുന്ന രീതിയിൽ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ സിസ്റ്റം കൊണ്ട് ബെനഫിറ്റ് ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം അതിൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡ്രോപ്പ് മാത്രമേ കോമൺ പീപ്പിളിന് ഈ സിസ്റ്റം കൊണ്ട് ബെനഫിറ്റ് എന്ന രീതിയിൽ കിട്ടുന്നുള്ള കാര്യം വളരെ കറക്റ്റാണ്. അതിപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിസോഴ്സ് മൊത്തം ലൂട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. ലൂട്ട് ചെയ്ത് ഒരു വളരെ ന്യൂനപക്ഷം വരുന്ന ആൾക്കാരെ മാത്രം അവരുടെ കൈകളിലേക്ക് മാത്രം ഈ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ഒഴുകി എത്തുന്നു. അങ്ങനെ അതിനുവേണ്ടി സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും എല്ലാം, അതായത് സിസ്റ്റവും സബ് സിസ്റ്റവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ അവർ വളരെ പ്രാപ്തരാണ്. പൊളിറ്റീഷ്യൻസ് മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട ബ്യൂറോക്രാറ്റിക് സിസ്റ്റവും ഒഫീഷ്യൽസും എല്ലാം അവരെല്ലാം ഉൾപ്പെടുന്ന ഈ വലിയൊരു റാക്കറ്റിനെയാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കോസ്റ്റ് ജനങ്ങളുടെ ആ ബേർഡൻ ഇമ്പോസ് ചെയ്യുകയും അതിൻ്റെ ബെനഫിറ്റ് ഈ പറഞ്ഞൊരു മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ മാറി ഭരിക്കാൻ വന്നു കഴിഞ്ഞാലും സിസ്റ്റം ചേഞ്ച് ആവുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്ന പേഴ്സണാലിറ്റീസിനെ മാത്രമേ ഉള്ളൂ. മേളിലുള്ള ഭരിക്കാനിരിക്കുന്ന ഇന്ന പ്രധാനമന്ത്രി, ഇന്ന മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇന്ന ആ മന്ത്രി ഈ മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സോളിഡായിട്ടുള്ള സിസ്റ്റം ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ഏത് വ്യക്തി മാറി വന്നു കഴിഞ്ഞാലും ആ സിസ്റ്റത്തിൽ നിന്നുള്ള ഔട്ട്പുട്ട് ചേഞ്ച് ആകുന്നില്ല. ആ സിസ്റ്റത്തിൽ നിന്നുള്ള ഔട്ട്പുട്ട് വളരെ ഫിക്സ്ഡാണ്. അത് ഫിക്സ്ഡാക്കി വെക്കുക എന്നുള്ളത് ഈ അധികാരവർഗം രാഷ്ട്രീയക്കാരെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, അതിനകത്തിൽ അത് ഒത്തിരി എലമെൻസിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അധികാരവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെടും, ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള സിസ്റ്റം ഉൾപ്പെടും. കാരണം അവരെല്ലാം അധികാരത്തിൻ്റെ ഈ നെറ്റ്വർക്കിൽ നിന്നാണ്. ബിസിനസ് പീപ്പിൾ, ഇൻഡസ്ട്രിയലിസ്റ്റ്, ബാക്കി പണം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ, അത് ലീഗൽ ഇല്ലീഗൽ എല്ലാം ആയിക്കോട്ടെ. അപ്പം അവർക്കാണ് ഇന്നതിലെല്ലാം സ്റ്റേക്ക് ഉള്ളത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് ഈ സിസ്റ്റത്തിനൊന്നും ആക്സസ് ഇല്ല, നമുക്കങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. നമ്മളെ വളരെ ബഹുദൂരം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഹ്യൂജായിട്ടുള്ള കോസ്റ്റ് സാധാരണ ജനങ്ങളുടെ ഷോൾഡറിലേക്ക് ഇമ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആര് ഭരിക്കാൻ വന്നു കഴിഞ്ഞാലും ഇതിനകത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഓക്കെ, ബൈ, താങ്ക് യു.